GLPS പയ്യനിടം സ്കൂൾ റേഡിയോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. കഥക്കൂടിൻ്റെ 14-ാം ദിനത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇന്ന് ജൂലൈ 5, കഥകളുടെ മാസ്മരിക ലോകം തീർത്ത ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനം. ഇന്നത്തെ ദിനത്തിൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാകട്ടെ കഥക്കൂട്ടൻ. കഥയുടെ പേര് കഥകളുടെ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ വിശ്വവിഖ്യാതമായ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ അതുല്യനായ എഴുത്തുകാരൻ. അദ്ദേഹം എഴുതിയതൊക്കെയും തൻ്റെ ജീവിതത്തിൽ ചാലിച്ചതായിരുന്നു. തൻ്റെ ആത്മാംശം ചേർന്ന കഥകളായിരുന്നു അദ്ദേഹം നമ്മോട് പറഞ്ഞതെല്ലാം. അതുകൊണ്ട് തന്നെ കാലാതിവർത്തിയായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളും നമ്മുടെ എല്ലാം മനസ്സിൽ നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സുപ്രധാനമായ ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒരിക്കൽ ബഷീർ ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി. അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പല ദേശങ്ങളിൽ അദ്ദേഹം അലഞ്ഞു നടന്നു. ബഷീർ സഞ്ചരിക്കാത്ത നാടുകളില്ല, ബഷീർ ചെയ്യാത്ത ജോലികളില്ല. അങ്ങനെ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ അദ്ദേഹം അലഞ്ഞു നടക്കുകയായിരുന്നു. കയ്യിലെ കാശെല്ലാം തീർന്നുകൊണ്ടേയിരിക്കുന്നു. വിശന്ന് വലഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ അവിടെ ഇരുന്നു. അദ്ദേഹം ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ പണം നൽകുന്നതിന് വേണ്ടി തൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ അദ്ദേഹം ആകെ പേടിച്ചു പോയി. കാരണം പോക്കറ്റിലെ പേഴ്സ് കാണുന്നില്ല. ബഷീർ തൻ്റെ നിസ്സഹായാവസ്ഥ ആ ഹോട്ടൽ ഉടമയോട് പറഞ്ഞു. പക്ഷേ അയാൾ അതൊന്നും കേട്ടതേയില്ല. അയാൾ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പല ട്രിക്കുകളും എൻ്റെ മുമ്പിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അയാൾ വളരെ കാർക്കശ്യത്തോടുകൂടി ബഷീറിനോട് പെരുമാറി. പണമില്ലെങ്കിൽ വേണ്ട, നിൻ്റെ വസ്ത്രങ്ങളെല്ലാം ഇവിടെ അഴിച്ചു വെച്ചേക്കൂ എന്ന് പറഞ്ഞു. ആളുകളുടെ മുമ്പിൽ വെച്ച് ബഷീറിൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അയാൾ ഊരി വാങ്ങി. ബഷീർ ആകെ വിഷണ്ണനായി നിൽക്കുകയായിരുന്നു. തൻ്റെ അടിവസ്ത്രം പോലും അയാൾ ഊരി വാങ്ങുമെന്ന അവസ്ഥ വന്നു. കൈകൂപ്പിക്കൊണ്ട് അയാൾ ഹോട്ടൽ ഉടമയോട് യാചിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അയാളതൊന്നും കേട്ടതേയില്ല. ഇതിനിടയിൽ ആഹാരം കഴിക്കാൻ വന്നവരിൽ ഒരാൾ, അജാനബാഹുവായ ഒരാൾ, അയാൾ എഴുന്നേറ്റ് ചെന്ന് ഈ കടക്കാരനോട് ചോദിച്ചു, ഇദ്ദേഹം എത്ര പണമാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന്. അത് അയാൾ കൊടുക്കുകയും ബഷീറിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. കുറച്ചു ദൂരം ചെന്നിട്ട് അദ്ദേഹം നിന്നു. തുടർന്ന് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരുപാട് പേഴ്സുകൾ വലിച്ചിട്ടുകൊണ്ട് ചോദിച്ചു, ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സെന്ന്. ആ പേഴ്സുകൾക്കിടയിൽ നിന്നും തൻ്റെ പേഴ്സ് ബഷീർ തിരഞ്ഞെടുത്തു. മറ്റൊന്നും പറയാതെ ആ മനുഷ്യൻ അവിടെ നിന്ന് നടന്നകന്നു. ഒരു വേള ബഷീർ ചിന്തിച്ചു, ഞാൻ അയാളുടെ പേര് ചോദിച്ചില്ലല്ലോ എന്ന്. അദ്ദേഹം ആശ്വസിച്ചു, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ദയ എന്നായിരിക്കും. കൂട്ടുകാരെ, നോക്കൂ, പോക്കറ്റടിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു ജോലിയാണ്. അത്തരത്തിൽ ഏർപ്പെടുന്നവർ അതിനേക്കാൾ മോശക്കാരാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളിലും നന്മ നിറഞ്ഞ ഒരു ഹൃദയമുണ്ടെന്ന് ബഷീർ നമുക്ക് കാണിച്ചു തന്നു. ലോകത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ നന്മകളുണ്ട്, നാം അത് കണ്ടെത്തുകയേ വേണ്ടൂ എന്ന് കഥകളുടെ സുൽത്താൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഈ ദേശാടനം കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ വീട്ടിലെത്തുകയാണ്. പാതിരാത്രിയിൽ അദ്ദേഹം വാതിലിൽ മുട്ടി. അദ്ദേഹത്തിൻ്റെ ഉമ്മ വന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കൊണ്ടുപോയി. ഉമ്മ ചോദിച്ചു, മോനെ, നീയൊന്നും കഴിച്ചിട്ടില്ലല്ലോ അല്ലേ? വരൂ, നിനക്ക് ആഹാരം വിളമ്പിത്തരാം.
ബഷീർ തെല്ല് ജാള്യത്തോടെ അടുക്കളയിലേക്ക് കടന്നു. അടുക്കളയിൽ തീന്മേശയ്ക്ക് അരികിൽ അദ്ദേഹം ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് കഴിക്കുവാൻ വേണ്ട എല്ലാ വിഭവങ്ങളും ഉമ്മ വിളമ്പി വെച്ചു കൊടുത്തു. ഇതെല്ലാം കഴിച്ചുകൊണ്ട് അദ്ദേഹം വളരെ നാണത്തോടെ കുറ്റബോധത്തോടെ ചോദിച്ചു, ഉമ്മ, ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന്. ഉമ്മ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ആഹാരവുമായി നിന്നെ കാത്തിരിക്കാറുണ്ടായിരുന്നു. രാത്രിയിൽ നീ വരുമ്പോൾ വിശന്ന് കിടന്നുറങ്ങുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നുവെന്ന്. ഇത് കേട്ടപ്പോൾ ബഷീറിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ ഉമ്മയുടെയും മനസ്സ് ഇങ്ങനെയാണ്. ഓരോ അമ്മയുടെയും മനസ്സ് മക്കളോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുകയാണ്. തൻ്റെ ഉമ്മയുടെ വാത്സല്യത്തെക്കുറിച്ച് ബഷീർ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലാണ് നമ്മോട് സംവദിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് കാലാതിവർത്തികളായ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും ജന്മം നൽകിയ പ്രിയപ്പെട്ട കഥകളുടെ സുൽത്താൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ കഥ ഏവർക്കുമായി സമർപ്പിക്കുന്നു.